എക്സോസ്റ്റ് നോക്കി തീ. അപ്പോൾ നമ്മുടെ ലിയർജെറ്റിൻ്റെ എൻജിൻ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ നമ്മൾ ഇതാണ്ട് കോൾഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. എൻജിൻ ഇച്ചിരി കൂടെ ഹോട്ടായിരിക്കുന്ന ടൈമിലായിരിക്കണം എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ അളവ് കുറഞ്ഞു കാണിക്കും. നിങ്ങൾ പല ടൈപ്പ് കോൾഡ് സ്റ്റാർട്ടിങ് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും, ബൈക്ക്, കാറ്, മറ്റ് ഹെവി വണ്ടികളുടെയൊക്കെ. പക്ഷെ ഒരു എയർക്രാഫ്റ്റ് എൻജിൻ കോൾഡ് സ്റ്റാർട്ടിങ് വീഡിയോ കണ്ടിട്ടുണ്ടോ? അതാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഈ കിടക്കുന്ന നമ്മുടെ ടോംസ് കോളേജിലുള്ള ഒരു എയർക്രാഫ്റ്റാണ് ലിയർജെറ്റ് 25B എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അതിൻ്റെ എഞ്ചിനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ കൗളൊക്കെ അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ നമ്മുടെ എഞ്ചിൻ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ പാർട്സുകളും ഭയങ്കര വിസിബിളായിട്ട് കാണാൻ പറ്റും. ഇത് നമ്മുടെ ജനറൽ ഇലക്ട്രിക് CJ610 ടർബോ ജെറ്റ് എഞ്ചിനാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് വീഡിയോയിലോട്ട് കയറുമ്പോഴത്തേനും നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിൻ്റെ ജനറൽ ആയിട്ടുള്ള വർക്കിംഗ് പ്ലസ് ആ ഒരു കോൾഡ് സ്റ്റാർട്ടിങ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ക്യൂൻ ഓൺ വീൽസ്. അപ്പോൾ ഒരു കോൾഡ് സ്റ്റാർട്ട് പ്രോസസ്സിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ടുണ്ടല്ലോ. ഇന്ന പോർഷൻസ്, പാർട്സ് വർക്കിംഗ് ആണോ, അതുപോലെ തന്നെ ഓയിലിൻ്റെ അളവൊക്കെ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർക്ക് നോക്കാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവരിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ടർബോ ജെറ്റ് എഞ്ചിനാണ്. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മുടെ ജനറൽ ഇലക്ട്രിക് CJ610 ടർബോ ജെറ്റ്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ എയർക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്ന പല ടൈപ്പ് എൻജിൻസ്, ടർബോ ജെറ്റ്, ടർബോ ഫാൻ, ടർബോ ഷാഫ്റ്റ്, ടർബോ പ്രൊപ്പ്, അങ്ങനെ പല ടൈപ്പ് എയർക്രാഫ്റ്റ് എൻജിൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ, ഈ ഒരു എൻജിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു 1960-70 കാലഘട്ടമില്ലേ, ആ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും ഈ ഒരു CJ610 സീരീസിലുള്ള എൻജിൻസുകൾ ഇങ്ങനെ വിപണിയിലോട്ട്, മാർക്കറ്റിലോട്ട് നമ്മുടെ ആ ഒരു ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന കമ്പനി അവതരിപ്പിച്ചത്. ഇപ്പോൾ ഈ ഒരു എൻജിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ പേര് ലിയർജെറ്റ് 25B ആണ്. നമ്മുടെ ലിയർജെറ്റിൻ്റെ തന്നെ 23, 24, 25, 29 അങ്ങനത്തെ ഉള്ള എല്ലാ മോഡൽസിലും, അതുപോലെ വൈപ്പർജെറ്റ് MK2 ഇങ്ങനെയുള്ള കുറേ എയർക്രാഫ്റ്റുകളിൽ ഉപയോഗിക്കുന്നത് ഈ ഒരു CJ610 സീരീസിലുള്ള എൻജിൻസാണ്. അപ്പോൾ നമ്മളിപ്പോൾ വേറൊരു നോർമൽ നമ്മുടെ പിസ്റ്റൺ എൻജിൻസില്ലേ, നമ്മൾ അതിൻ്റെ ഒരു സ്ട്രോക്കുകൾ വരത്തില്ല, 4 സ്ട്രോക്ക് ഉണ്ട്. ആദ്യം ഇൻടേക്ക് എടുക്കും, ഇല്ലെങ്കിൽ സക്ഷൻ സ്ട്രോക്ക് എന്ന് നമ്മൾ പറയും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനെ കംപ്രസ് ചെയ്യും. ആ കംപ്രസ് ചെയ്തതിനെ നമ്മൾ കത്തിക്കും, പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ കമ്പസ്റ്റിംഗ് എന്ന് നമ്മൾ പറയും. അതിനുശേഷം എക്സോസ്റ്റ് കളയും. അപ്പോൾ മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം പ്രോസസ്സാണ് നടക്കുന്നത്, പക്ഷെ നടക്കുന്ന രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഫ്രണ്ടിലുള്ള എയർ ഇൻടേക്ക് എടുക്കും. അപ്പോൾ ആ ഇൻടേക്ക് എടുക്കുന്നത് ഏകദേശം നമുക്ക് ഫ്രണ്ട് തൊട്ട് ഇത്രയും പോർഷൻ നമുക്ക് ആ ഒരു ഇൻടേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻലെറ്റ് പോർഷനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം മെയിനായിട്ട് ആ ഒരു എൻജിൻ്റെ മെയിൻ പോർഷൻ നമുക്ക് തുടങ്ങുന്നത് ഇവിടം തൊട്ടാണെന്ന് പറയാൻ പറ്റും. കാര്യം ഇതിന് ശേഷം ഇങ്ങോട്ടേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഉള്ളിലേക്ക് എടുത്ത എയറിനെ നമ്മൾ എന്ത് ചെയ്യണം, കംപ്രസ് ചെയ്യണം. ആ ഒരു കംപ്രസ് ചെയ്യുന്ന ഏകദേശം എനിക്ക് തോന്നുന്നു 8 സ്റ്റേജിലായിട്ടാണ് ഈ ഒരു എൻജിനിൽ കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു കംപ്രസ് ചെയ്ത എയർ അടുത്ത സ്റ്റേജിലോട്ട് പോകണം, എന്ത്, കത്തിക്കണം, പവർ ഉണ്ടാക്കണം, കമ്പസ്റ്റൻ ചേമ്പറിലേക്ക്. ഇവിടം തൊട്ടാണ് നമുക്ക് കമ്പസ്റ്റൻ ചേമ്പർ, ഈ ഒരു പോർഷനിൽ നമ്മുടെ കമ്പസ്റ്റൻ ചേമ്പറാണ്. അപ്പോൾ കമ്പസ്റ്റൻ ചേമ്പറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ആ ഒരു ഇഞ്ചക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതെനിക്ക് തോന്നുന്നു എനിക്ക് 2 അത്രയും കണ്ടാണ് ഞാൻ കാണുന്നത്, ഇവിടുന്ന് 2-3 അത്രയും ഉണ്ടാവും മേ ബി. ഇൻടേക്ക് എടുത്തു, കംപ്രസ് ചെയ്തു, അതിന് ശേഷം ഫ്യൂവലിനെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ ATF ആണ്. അതിൽ തന്നെ JP4 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്യൂവൽ ഗ്രേഡാണ് ഉപയോഗിക്കുന്നത്. അതായത് JP എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ആ ഒരു ജെറ്റ് പ്രൊപ്പല്ലൻറ്റ്, അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് ഈ ഒരു JP. ഓക്കെ, JP4 ഒരു ഫ്യൂവൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യണം, കത്തിക്കണം. നിങ്ങൾ നമ്മുടെ ഒരു ടർബോ ജെറ്റ് എൻജിൻ്റെ സ്പാർക്ക് പ്ലഗ് കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്ക്, ഇവിടെ ആയിട്ട് ഒരു പ്ലഗ് കാണാം, ടോപ്പിലായിട്ട് ഒരു പ്ലഗും കൂടെ കാണാം. ഈവൻ ഇനിയിപ്പം ഒരു പ്ലഗ് വർക്ക് ചെയ്തില്ലെങ്കിലും ഈ ഒരു പ്ലഗ് മാത്രം ഉണ്ടെങ്കിലും നമുക്ക് ഇതിനകത്തെ പ്രോസസ്സൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കും. ഓക്കെ, അങ്ങനെ 2 പ്ലഗുകൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളൊരു ടർബോ ജെറ്റ്, ടർബോ പ്രൊപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു സാധനം കാണും, എന്തുണ്ട്, ടർബൈൻ കാണും. അപ്പോൾ ഇതിനകത്ത് ടർബൈൻ്റെ വരുന്നത് 2 സ്റ്റേജ് ആയിട്ടാണ്. ഒരു സ്റ്റേജ് ഇവിടെ, ഒരു സ്റ്റേജ് ഇവിടെ, അങ്ങനെ 2 സ്റ്റേജിലായിട്ടുള്ള നമ്മുടെ ടർബൈൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ ഒന്ന് നമുക്ക് സ്റ്റേഷനറി ആയിട്ടും ഒന്നായിരിക്കും നമുക്ക് മൂവ്മെൻ്റ് ഉള്ള റോട്ടറായിട്ടും വരുന്നത്. അങ്ങനെ ടർബൈൻ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കത്തി ഇങ്ങനെ വരുന്നതിനെ കൂടുതലായിട്ട് ചുഴറ്റുക ചെയ്യുന്നത്, അല്ലേ. നമ്മുടെ ഈ ഒരു ടർബൈനും അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് എന്തുണ്ട്, കംപ്രസർ ഉണ്ട്. ഇത് ഒരു ഷാഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്രമാത്രം ഇത് സ്പീഡിൽ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് കംപ്രസർ സ്പീഡിൽ വർക്ക് ചെയ്യും. അപ്പോൾ കംപ്രസർ എത്രമാത്രം സ്പീഡിൽ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് എയർ ഇൻടേക്ക് വന്നുകൊണ്ടിരിക്കും. അതായത് ഈ ഒരു കംപ്രസറിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു ടർബൈനും ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ വർക്കിംഗ് മറ്റൊന്നിനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇനി എന്താണ്, നമുക്ക് ഇൻടേക്ക് എടുത്തു, കംപ്രസ് ചെയ്തു, അതിനെ കത്തിച്ചു. ഇനിയിപ്പം നോർമലി എക്സോസ്റ്റ് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നോസിലാണ് ഈ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ നമ്മുടെ ആ ഒരു എക്സോസ്റ്റ് വെളിയിലേക്ക് പോകും. ഇങ്ങനെയാണ് ഒരു സിമ്പിളായിട്ടുള്ള വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഒരു ടർബോ ജെറ്റ് എൻജിനിൽ നടക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം മെയിനായിട്ട് നമുക്ക്
ആ ഒരു കോൾഡ് സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം, ആ ഒരു പ്രോസസ് നോക്കാം. ഞാനിപ്പോൾ ശരിക്കും ഉള്ളത് നമ്മുടെ കോട്ടയത്ത് മറ്റക്കരയിലെ ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ഇവിടെ ഓൾറെഡി ഇവർക്ക് ഏവിയേഷൻ ക്ലാസ്സസ് ഇവർ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനോടനുബന്ധിച്ചാണ് ഇപ്പം നമ്മുടെ ലിയർജെറ്റും അതുപോലെ തന്നെ സെസ്നയും കൂടി അവരൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കും. ഞാൻ ആക്ച്വലി ഇത് വെളിയിൽ നിന്ന് പോർത്ത് ഇത് ചെറിയ എന്തോ പോർഷനാണ്, ബട്ട് ഞാൻ ക്യാമറ ഒന്ന് ഉള്ളിലേക്ക് കയറ്റി കാണിച്ചത് ഭയങ്കര വൈഡായിട്ടുള്ള ഒരു റൂമാണ്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് കാര്യങ്ങൾ, ഏവിയോണിക്സ്, മറ്റേ എയർലൈൻസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ ലൈനും കാര്യങ്ങളും ഒക്കെയാണ്. ഏതൊരു എഞ്ചിനെയും പോലെ നമ്മുടെ ജെറ്റ് എഞ്ചിനും എന്ത് വേണം, ലൂബ്രിക്കേഷൻ വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഓയിൽ ടാങ്കും കാര്യങ്ങളൊക്കെ വരും നമ്മുടെ എൻജിൻ ഓയിലിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് എൻജിൻ ഓയിലിൻ്റെ അളവറിയണം അല്ലേ, അതിന് വേണ്ടിയിട്ട് ഇതിലും കൊണ്ടൊരു ഡിപ്സ്റ്റിക്ക് പോലത്തെ സംഭവമൊക്കെ, ഒരു ചെറിയൊരു ലോക്ക് സിസ്റ്റം. അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ എടുക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിപ്സ്റ്റിക്ക് വരുന്നത്. അപ്പം നമ്മൾ നോർമലി എങ്ങനെയാണോ നമ്മുടെ വണ്ടികളുടെ ചെക്ക് ചെയ്യുന്നത്, ജസ്റ്റ് എടുത്തിട്ട് നമ്മൾ തുടയ്ക്കും, ദെൻ എഗെയിൻ നമ്മൾ ഇതിലിടും. അതിന് ശേഷം നോക്കുമ്പോൾ തന്നെയാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളും കിട്ടുന്നത്. ഇതിനകത്തും ഉണ്ട് കേട്ടോ ഇതിൻ്റെ അളവൊക്കെ കറക്റ്റ് അറിയാനായിട്ട്. ഫുള്ള് ആഡ് 1 പിൻ അങ്ങനത്തെ ഒത്തിരി അളവുകളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഓക്കെ, ഇങ്ങനെ നമ്മൾ തുടച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഇറക്കിയിട്ട് പിന്നെ എടുത്ത് നോക്കും. അപ്പോൾ ഇവർ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അതായത് നോർമലി എൻജിൻ ഇച്ചിരി കൂടെ ഹോട്ടായിരിക്കുന്ന ടൈമിലായിരിക്കണം എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ അളവ് കുറഞ്ഞ് കാണിക്കും. അതേസമയം നമ്മൾ ഹോട്ടായിരിക്കുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് കിട്ടും. കാരണം അത് എക്സ്പാൻഡ് ആവുമല്ലോ, ഓയിൽ എക്സ്പാൻഡ് ആവുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തത്. ഒരു എയർക്രാഫ്റ്റിൻ്റെ വിങ്ങിൽ മെയിനായിട്ട് 3 മൂവിങ് പാർട്സ് വരുന്നുണ്ട്. നമുക്ക് ലിഫ്റ്റ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ ലാൻഡിങ്ങിൻ്റെ ടൈമിൽ സ്പീഡ് റെഡ്യൂസ് ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ റോളിംഗ് മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാനായിട്ടും, ഇങ്ങനെയുള്ള പർപ്പസിനായിട്ട് 3 മൂവിങ് പാർട്സ് ഉണ്ട്. കാര്യം നമുക്ക് വിങ് ഒറ്റയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സ്ഡ് പോർഷൻ അല്ലേ. അപ്പോൾ അതിൽ തന്നെ വരുന്ന ഇപ്പം ഈ കാണുന്ന ഒരു വലിയ പോർഷനാണ് നമുക്ക് എന്ത് വരുന്നത്, എയിലറോൺ വരുന്നത്. ഇതാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉള്ള ഒരു റോളിംഗ് മൂവ്മെൻറ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. അതിനുശേഷം ഇതാണ് ഫ്ലാപ്പ്. നമുക്ക് ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാൻഡിങ്ങിൻ്റെ ടൈമിലും ടേക്ക് ഓഫിൻ്റെ ടൈമിലും ഒക്കെ നമ്മുടെ വിങ് ഏരിയനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൂട്ടിയെടുത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു മെയിൻ ഏരിയ ഉണ്ട്, ഇതിനാണ് നമ്മൾ സ്പോയിലർ എന്ന് പറയുന്നത്. അപ്പോൾ സ്പോയിലർ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വലിയ എയർക്രാഫ്റ്റുകളിലാണ് നമ്മൾ സ്പോയിലർ യൂസ് ചെയ്യുന്നത്. കാരണം ആ കിടക്കുന്ന സെസ്നയിലൊന്നും സ്പോയിലർ ഇല്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമുക്ക് എത്രമാത്രം നമ്മുടെ ആ ഒരു എയർക്രാഫ്റ്റ് വലുതാണോ അതിനനുസരിച്ച് സ്പോയിലേഴ്സിൻ്റെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ സ്പോയിലറിലെ മൂവ്മെൻറ്റിൽ നമുക്ക് മാറ്റം വരുത്തിയിട്ട് നമ്മൾ ലാൻഡിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എയർ ഫ്ലോയിനെ നമ്മൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ആ ഒരു ഡ്രാഗ് കൂട്ടും, എയർ ഡ്രാഗ് കൂട്ടിയിട്ട് സ്പീഡിനെ പയ്യെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് വന്നിട്ട് ലാൻഡിങ് കുറച്ചുകൂടെ ഈസി ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഇപ്പോൾ അവർ സ്പോയിലർ ഓപ്പറേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്പോയിലർ മൂവ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു ലാൻഡിങ്ങിൻ്റെ ടൈമിൽ ആ ഒരു എയർ ഡ്രാഗ് കൂട്ടുകയും അതുപോലെ തന്നെ ആ ഒരു ചേഞ്ച് വരുത്തുകയും ചെയ്യുന്നത് സ്പീഡിൽ. നമ്മുടെ സ്പോയിലറൊക്കെ ഹൈഡ്രോളിക്കലിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് ജസ്റ്റ് ഫ്ലാപ്പിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ല വിങ് സ്പാനിൻ്റെ, അതായത് വിങ് ഏരിയ കുറച്ചുകൂടെ നമ്മൾ കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ആ ഒരു എയറുമായിട്ട് കോൺടാക്റ്റ് വരുന്ന സർഫസ് ഏരിയ നമ്മൾ കൂട്ടുകയാണ്. മൊത്തത്തിൽ നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്, ഈ ഒരു വിങ്ങിൻ്റെ ഷേപ്പ് ഒരു എയറോഫോയിൽ ഷേപ്പാണ്. അപ്പോൾ അതുവഴിയാണ് നമുക്ക് ടേക്ക് ഓഫിൻ്റെ ടൈമിൽ ആവശ്യമായിട്ടുള്ള ആ ഒരു ലിഫ്റ്റ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. കാരണം എയർ മേളിൽ കൂടെ കട്ട് ചെയ്ത് വരുകയും താഴെ കൂടെ കട്ട് ചെയ്ത് വരുന്നത്, അതായത് ഇങ്ങനെ എയർ മേളിൽ കൂടെ പോകുന്നു താഴെ കൂടെ പോകുന്നു. അപ്പോൾ രണ്ടിടത്തും ഉണ്ടാകുന്ന പ്രഷർ വേരിയേഷൻ ഒരുമിച്ച് കട്ട് ചെയ്താണ് ലിഫ്റ്റ് ഫോഴ്സ് വരുന്നത്. ഇവിടെ ഇതാണ്ട് നമുക്ക് ആ ഒരു എയിലറോൺ മൂവ്മെൻറ്റ്, അതായത് നമ്മുടെ പ്ലെയിന് എയർക്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴുള്ള സൈഡ്സിലേക്കുള്ള ആ ഒരു റോളിംഗ് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഈ ഒരു എയിലറോൺ വെച്ച് കൺട്രോൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു എയർക്രാഫ്റ്റിൻ്റെ ടെയിൽ പോർഷനിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോർഷനാണ് റഡർ. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഡയറക്ഷനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റഡർ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ടോപ്പിലേക്ക് നോക്കിയാൽ നമുക്കൊരു എലവേറ്റർ ഉണ്ട് ഫോർ പിച്ച് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു മൂവ് ചെയ്യുന്ന നമ്മുടെ എലവേറ്റർ പോർഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പം ഇത്രയാണ് മെയിനായിട്ട് നമുക്കൊരു എയർക്രാഫ്റ്റിൽ വരുന്ന മൂവിങ് പോർഷൻ. അതായത് നമുക്ക് ടെയിലായിട്ട് 2 മൂവിങ് പോർഷൻ വരുന്നുണ്ട്, റഡറും അതുപോലെ തന്നെ എലവേറ്ററും. അതുപോലെ തന്നെ നമുക്ക് വിങ് ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാപ്പ് വരുന്നുണ്ട്, എയിലറോൺ വരുന്നുണ്ട്, സ്പോയിലർ വരുന്നുണ്ട്. ഇത്രയും മൂവിങ് പാർട്സ് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു എയർക്രാഫ്റ്റ് അന്തരീക്ഷത്തിലൂടെ പോകുമ്പോൾ തന്നെ അതിൻ്റെ ഡയറക്ഷനും അതിൻ്റെ റോളിംഗ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ ലാൻഡ് ചെയ്യാനായിട്ട് അതിൻ്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ പിച്ചും, ഇങ്ങനത്തെ ഈ ഒരു മൂവിങ് പാർട്സാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡയറക്ഷൻ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങളെ സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലിയർജെറ്റിൻ്റെ എൻജിൻ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. എല്ലാം ഒന്ന് ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ്. അപ്പോൾ അന്ന് നമുക്ക് ശരിക്കും ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തപ്പോഴത്തേനും ഇത് ഓൺ ആയിരിക്കുമ്പോഴത്തേനും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ പഴയ ഒരു മോഡൽ കോക്പിറ്റാണ്.
ഒരു സ്റ്റീം ഗേജ് കോക്ക്പിറ്റ്. ഇപ്പോൾ ഒക്കെ അത് അപ്ഡേറ്റ് ആയിട്ട് സ്മാർട്ട് കോക്ക്പിറ്റ് അല്ലെങ്കിൽ ഗ്ലാസ് കോക്ക്പിറ്റിലേക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാണ്ട് കോൾഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ എൻജിൻ സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ എക്സോസ്റ്റ് നോക്കി തീ പോകുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ ലിയർജെറ്റിൻ്റെ ഈ ഇരിക്കുന്ന ടർബോ ജെറ്റ് എഞ്ചിൻ്റെ കോൾഡ് സ്റ്റാർട്ട് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തു. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ ചെറുതായിട്ട് എന്തൊക്കെയോ ട്രബിൾ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ബട്ട് എനിവേ അവരത് റെക്ടിഫൈ ചെയ്ത് ക്ലിയർ ചെയ്ത് സ്റ്റാർട്ടാക്കി. അപ്പം ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ട് ശരിക്കും ഒരു ലിയർജെറ്റിനെ കൂടുതൽ അടുത്തറിയണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ കോക്ക്പിറ്റും ബാക്കി ഇതിൻ്റെ ക്യാബിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ ഓൾറെഡി ഒരു 25 മിനിറ്റുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് പോയിട്ട് റെഫർ ചെയ്യാം. എനിവേ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. സോ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.